ഹലോ മക്കൾസ്, റിയൽ അനാലിസിസ് എന്നുള്ള ഈ പേപ്പറിൽ തിയറംസിൻ്റെയും അതിൻ്റെ പ്രോസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു തിയറം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു തിയറാണ്, തിയറം നമ്പർ 2. അപ്പം എന്താണ് ആ തിയറം നോക്കിയാലോ. തിയറം നോക്കുക. ഫോർ എ സബ്സെറ്റ് എ ഓഫ് എക്സ് P belongs to X is a limit point of A if and only if every neighborhood of P contains infinitely many points of A. ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സിന് ഒരു സബ്സെറ്റ് എ എടുത്തു, എ ഈസ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അതുപോലെ ഒരു പോയിന്റ് പി എക്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് പി ബിലോങ്സ് ടു എക്സ് ആണെങ്കിൽ P is a limit point of A if and only if every neighborhood of P contains infinitely many points of A. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? P എന്നത് ലിമിറ്റ് പോയിന്റ് ഓഫ് എ ആണെങ്കിൽ പിയുടെ എല്ലാ നെയ്ബർഹുഡ്സിലും എയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു ഇത് പറയാം, കാരണം ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ പിയുടെ എല്ലാ നെയ്ബർഹുഡിലും എയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തിയറം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫ് നോക്കിയാലോ. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് ഒരു ഭാഗം ചെയ്യാം. നമുക്കിവിടെ ആദ്യം ഇത് സപ്പോസ് ചെയ്യാം. ദാറ്റ് ഈസ് എല്ലാ നെയ്ബർഹുഡിലും പിയുടെ എല്ലാ നെയ്ബർഹുഡിലും എയുടെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. ദാറ്റ് ഈസ് സപ്പോസ് ദാറ്റ് എവറി നെയ്ബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓഫ് എ. ഇത് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുണ്ടാവുക? പി ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഓക്കെ, ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടേ? അതിനായിട്ട് എന്തായിരുന്നു ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് എവറി നെയ്ബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻസ് എ പോയിന്റ് ക്യൂ ഡസ് നോട്ട് ബിലോങ്സ് ക്യൂ നോട്ട് ഈക്വൽ ടു പി സച്ച് ദാറ്റ് ക്യൂ ബിലോങ്സ് ടു എ ദെൻ പി ഈസ് സെറ്റ് ടു ബി ലിമിറ്റ് പോയിന്റ് ഓഫ് എ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് പി എന്നത് എയുടെ ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ പിയുടെ എല്ലാ നെയ്ബർഹുഡ്സിലും പി അല്ലാത്ത എയിലെ ഒരു പോയിന്റെങ്കിലും ഉണ്ടെങ്കിൽ പിനെ എയുടെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള എന്താണെന്ന് നോക്കിക്കേ. എവറി നെയ്ബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓഫ് എ. അതായത് പിയുടെ എല്ലാ നെയ്ബർഹുഡ്സിലും എയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? പി ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഓക്കെ, സോ ഒരു ഡയറക്ഷനിലുള്ള പ്രൂഫ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞു. ഇനി കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? പി ബിലോങ്സ് ടു എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ദെൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എവറി നെയ്ബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓഫ് എ. ഓക്കെ, സോ കോൺവേഴ്സ്ലി സപ്പോസ് പി ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പിയുടെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും അതിൽ എയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നോക്കൂ. ഇഫ് എ നെയ്ബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻസ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ് ഓഫ് എ എന്നെടുക്കുകയാണെങ്കിൽ, അതായത് സപ്പോസ് പിയുടെ ഒരു നെയ്ബർഹുഡിൽ എയിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമാണുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, നെയ്മിലി Q1, Q2, Q2 എക്സെട്ര Qn. ഫൈനൈറ്റ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണ്? അവ Q1, Q2 എക്സെട്ര Qn ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് പിയുടെ നെയ്ബർഹുഡിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഓഫ് എ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ? നമുക്കറിയാം ലിമിറ്റ് പോയിൻ്റ് ഡെഫിനിഷൻ എന്താണെന്ന്.
മാത്രമല്ല ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത കാര്യം എന്താണ്? P ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ എന്നാണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? പിയുടെ എല്ലാ നെയ്ബർഹുഡ്സിലും എയിലെ ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് പിയുടെ നെയ്ബർഹുഡ്സിൽ എയിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സേ ഉള്ളൂ എന്ന്. ഓക്കെ, സംഭവം എന്താണെന്ന് പിടിയിട്ടില്ലേ? ഓക്കെ അല്ലേ? ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് Q1, Q2 എക്സെട്ര Qn ആണെന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിയുടെ നെയ്ബർഹുഡ് n ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെ P വരും, ഇവിടെ n എന്ന് വരും. ഓക്കെ, ഈ നെയ്ബർഹുഡിൽ എയിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. ഏതൊക്കെയാണവ? Q1, Q2 എക്സെട്ര Qn. ഓക്കെ, സപ്പോസ് ഇതാണ് Q1 എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. ഓക്കെ എന്ന് വിചാരിക്കുക. ആൻഡ് ഇത് Q2 ആണെന്ന്, ആൻഡ് എക്സെട്ര ഇവിടെ Qn ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിയിൽ നിന്നും ഈ പോയിൻറ്റ്സിലേക്കുള്ള ഓരോ ഡിസ്റ്റൻസും ഫൈൻഡ് ചെയ്യാൻ പറ്റൂലേ? അതായത് പിയും Q1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് Q1, അതായത് ഡി ഓഫ് പി Q1 ആയിരിക്കും പിയും Qയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ പിയും Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡി പി Q2 ആയിരിക്കും. എക്സെട്ര എന്താണ്? പിയും Qn തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പി Qn ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതൊക്കെ വാല്യൂസ് ആയിരിക്കില്ലേ? ഡിസ്റ്റൻസ് അല്ലേ ഇത്? ഇത് തന്നെ ചിലപ്പോൾ പിയും Qയും അടുത്തായിരിക്കും, അല്ലെങ്കിൽ പിയും Qയും കുറച്ച് അകന്ന് നിൽക്കുന്ന പോയിന്റ്സ് ആയിരിക്കും, ചിലപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പല പല വാല്യൂസ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. സോ ഈ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ഒരു വാല്യൂ ഉണ്ടാവില്ലേ? അത് നമുക്ക് R ആയിട്ട് ചൂസ് ചെയ്യാം. അതായത് ലെറ്റ് R ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡി ഓഫ് പി Q1, ഡി ഓഫ് പി Q2 എക്സെട്ര ഡി ഓഫ് പി Qn. ഓക്കെ, എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിയിൽ നിന്നും ഈ പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഫൈൻഡ് ചെയ്തു, അതിലെ മിനിമത്തെ R ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിയുടെ ഈ R റേഡിയസ് ഉള്ള ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദെൻ ദ നെയ്ബർഹുഡ് R റേഡിയസ് ഉള്ള പിയുടെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? NRP ആയിരിക്കും. ഓക്കെ, ദെൻ ദ നെയ്ബർഹുഡ് NRP ഓഫ് പി. ഇതിൽ എയുടെ ഒരു എലമെൻറ്റ് പോലും ഉണ്ടായിരിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമല്ലേ? കാരണം R എന്ന് പറയുന്നത് പിയുമായി ഈ പോയിൻറ്റ്സിലെ ഏറ്റവും അടുത്ത പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നോ? ഈ പോയിൻ്റ്, അതായത് ഈ മിനിമമായിട്ട് R റേഡിയസിൽ വരുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അത് ഈ നെയ്ബർഹുഡിൽ ഇൻക്ലൂഡ് ആവുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇല്ല, കാരണം നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x, y ഈസ് ലെസ് ദാൻ R ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് എന്ത്? നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. സോ R ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ഇതിൽ ഇൻക്ലൂഡ് ആവില്ലല്ലോ, കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലല്ലോ, ലെസ് ദാൻ മാത്രമല്ലേ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അതായത് R റേഡിയസിൽ പിയുടെ ഒരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ അതിൽ എയിൽ ഒരു എലമെൻറ്റും ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഓഫ് ദിസ് ഡിസ്റ്റൻസ്, അതായത് ഡി ഓഫ് പി Q1 ആൻഡ് ഡി ഓഫ് പി Q2 എക്സെട്ര ഡി ഓഫ് പി Qn. ഓക്കെ, so the neighborhood of P does not contain any points of A. ഇവിടെ പിയുടെ R റേഡിയസ് ഉള്ള നെയ്ബർഹുഡ് ഇതാണെന്ന് വിചാരിക്കുക. അതായത് ഈ റേഡിയസ് എന്ന് പറയുന്നത് R ആയിരിക്കും. ദാറ്റ് ഈസ് NRP എന്ന് പറയുന്നത് ഈ നെയ്ബർഹുഡാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നെയ്ബർഹുഡ് Nൽ ആകെ
എയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അതാണ് Q1 Q2 എക്സെട്ര Qn. മാത്രമല്ല ഈ എലമെൻറ്റ്സ് ഒക്കെ R റേഡിയസുള്ള NRP എന്ന പിയുടെ നെയ്ബർഹുഡിന് പുറത്താണല്ലോ. കാരണം നമ്മൾ R ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ്, മിനിമം ഓഫ് ഈ റേഡിയസുകളാണ്, ഈ ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം Q1 Q2 എക്സെട്ര Qnകളൊക്കെ പിയുടെ R റേഡിയസുള്ള നെയ്ബർഹുഡിന് പുറത്തായിരിക്കും. അതുകൊണ്ട് ഈ നെയ്ബർഹുഡ് NRPയിൽ എയിലെ ഒരു എലമെൻറ്റ് പോലും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നുണ്ടോ? നമുക്ക് എന്താ ഇവിടെ കിട്ടിയിട്ടുള്ളത്? പിക്ക് ഒരു നെയ്ബർഹുഡ് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? NRP സച്ച് ദാറ്റ് അതിൽ എയിലെ ഒരു എലമെൻറ്റ് പോലും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ പി എന്നത് എയുടെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പിയുടെ എല്ലാ നെയ്ബർഹുഡിലും എയിലെ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് പിനെ എയുടെ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ R റേഡിയസ് ഉള്ള പിയുടെ നെയ്ബർഹുഡ് NRPയിൽ എയിലെ ഒരു എലമെൻറ്റും ഇല്ല. സോ P cannot be a limit point of A. ബട്ട് നമ്മൾ സപ്പോസ് ചെയ്തത് എന്തായിരുന്നു? P is a limit point of A. സോ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഇങ്ങനെ കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം എന്താണ്? പിയുടെ N എന്ന നെയ്ബർഹുഡിൽ എയിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉള്ളൂ എന്ന് നമ്മളെടുത്തു. സോ ഇതാണ് കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം. അതപ്പോൾ നമുക്ക് എന്ത് പറയാം? പിയുടെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും അതിൽ എയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് P is a limit point of A, then every neighborhood of P contains infinitely many points of A. Hence the proof. So converse part നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ തിയറം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൂഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തത് കാരണം ഇനി ഈ തിയറം സ്കിപ്പ് ചെയ്ത് പോവരുത്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ തിയറംസിൻ്റെ പ്രൂഫ്സ് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് തിയറം 2ൽ നിന്നുള്ള ഒരു കൊറോളറിയാണ് പറയാൻ പോകുന്നത്. കൊറോളറി ഇതാണ്: എ ഫൈനൈറ്റ് സെറ്റ് ഹാസ് നോ ലിമിറ്റ് പോയിൻറ്റ്. അതായത് ഒരു ഫൈനൈറ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ലിമിറ്റ് പോയിൻറ്റ് ഉണ്ടാവില്ല. എ ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്ക് ലിമിറ്റ് പോയിൻറ്റ് ഇല്ല എന്ന് പറയണം. ഓക്കെ, തിയറം 2ൽ നമ്മൾ എന്താണ് പറഞ്ഞത്? P belongs to X is a limit point of A if and only if every neighborhood of P contains infinitely many points of A. P ഒരു ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിൽ പിയുടെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും അതിൽ എയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ എ എന്നുള്ളത് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. സോ നമ്മൾ ഏതൊരു P belongs to X എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഏതൊരു നെയ്ബർഹുഡിലും ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. കാരണം എയിലാകെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു P belongs to X എടുക്കുകയാണെങ്കിലും അതിന് എയുടെ ലിമിറ്റ് പോയിൻ്റ് ആവാൻ കഴിയൂല. ഓക്കെ, നമ്മൾ തിയറം 2യുടെ കോൺവേഴ്സ് പ്രൂവ് ചെയ്ത ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ കൊറോളറിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ തിയറം 2ൽ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടാണിത്. ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഹാസ് നോ ലിമിറ്റ് പോയിൻറ്റ്. ഓക്കെ, എല്ലാം ക്ലിയർ ആയല്ലോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ആൻഡ് താങ്ക് യു.